ഇന്ന് നമുക്കിവിടെ കിട്ടിയാണത് കുറച്ച് പോർക്കിറച്ചിയാണേ. നമുക്കതൊന്ന് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ചാനലിൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മളതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില കുറച്ചിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് മീറ്റ് മസാല ഒരു 2 ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മളിവിടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. കാരണം പോർക്കിൽ കുറച്ച് നെയ്യൊക്കെ ഉരുക്കി കഴിയുമ്പോൾ അത്യാവശ്യത്തിന് വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ പേരിലാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മുളക് പൊടി പച്ചമുളകിൻ്റെ ഒരു കുറവ് പോരാന്ന് വന്നു കഴിഞ്ഞാൽ മുളക് പൊടി വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊരു 3 വിസിലടുപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാവുന്നതാണ്. വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ഇത്ര സാധനങ്ങൾ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ കുക്കർ 3 വിസിലടിച്ച് എയർ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കായയും കൂടി ചേർത്ത് കൊടുക്കണം. കായ നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് ഇതുപോലെ 4 പൊളിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ കായയും കൂടി ഇട്ടിട്ട് ഒരു 3 വിസിലും കൂടി അടുപ്പിച്ചെടുക്കാം. കാരണം നമ്മൾ കായയും പോർക്കും കൂടി ഒരുമിച്ചിട്ട് ഒരു 6 വിസിലോളം വേണം നമ്മുടെ പോർക്ക് നന്നായിട്ട് വേവാനായിട്ട്. അപ്പോൾ ആദ്യമേ ഒരുമിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കായൊക്കെ കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇനി 3 വിസിലടിച്ച് അതും കൂടി ഇറക്കി വെച്ചു. അത് അതിൻ്റെ എയർ ഫുള്ളായിട്ട് അതിൽ തന്നെ ഇരുന്ന് പോകട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രം അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചൊരു സവോളയും പിന്നെ നമ്മൾ ചതച്ച് വെച്ച എല്ലാനും അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം കേട്ടോ. ഇനി നമുക്കതൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കായയും പോർക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പോർക്കും കായയും കൂടി വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുരുമുളക് പൊടിയും കൂടിയൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. ബൈ.